സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന പദം ഇത്തിബായിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. അനുഗ്രഹിച്ചവരുടെ പാതയിലേക്ക് നാം എങ്ങനെ എത്താം? അവർ ജീവിച്ച പോലെ എന്ത് വേണം? ജീവിക്കണം. അപ്പോൾ എന്ത് വേണം? ഇത്തിബാ വേണം. എന്താ ഇത്തിബാ എന്ന് പറഞ്ഞാൽ? നബിയെ അനുസരിക്കുക. മൂന്ന് വഖത്തിന്റെ ആൾക്കാർ പറയും പോലെ ഇഷ്ടാനുസരണം ജീവിക്കാൻ പറ്റില്ല. മുഹമ്മദ് നബി അങ്ങനെ നമസ്കരിച്ചു, അങ്ങനെ നമസ്കരിക്കണം. മുഹമ്മദ് നബി അങ്ങനെ നോമ്പ് പിടിച്ചു, അങ്ങനെ നോമ്പ് പിടിക്കണം. മുഹമ്മദ് നബി അങ്ങനെ ഹജ്ജ് ചെയ്തു, അങ്ങനെ ഹജ്ജ് ചെയ്യണം. മുഹമ്മദ് നബി അങ്ങനെ സക്കാത്ത് കൊടുത്തു, അങ്ങനെ സക്കാത്ത് ചെയ്യണം. മുഹമ്മദ് നബി വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, സ്വകാര്യ ജീവിതം എല്ലാം ദീനിന്റെ എ തൊട്ട് സെറ്റ് വരെയുള്ളതായ ആ പ്രവർത്തനങ്ങൾ എങ്ങനെ ലോകത്തിന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. അത് ഇവിടെ മായാതെ മങ്ങാതെ കുറിക്കപ്പെട്ടിട്ടുണ്ട്. വള്ളിക്കോ പുള്ളിക്കോ ചാഞ്ചില്ലാതെ 15,000-ഓളം സഹീഹായ നബി വചനം തന്നെ ഏകദേശം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇന്റർനെറ്റ് യുഗത്തിൽ പ്രയാസമില്ലാതെ മനസ്സിലാക്കാനും കണ്ടുപിടിക്കാനും. അപ്പോൾ ഇത്തിബാ വേണം. അതാണ് ഫാത്തിഹ പഠിപ്പിക്കുന്ന പ്രധാന പാഠത്തിലൊന്ന്. ഇത്തിബാ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാത്തവരാണ് ഇസ്ലാമായതിന്റെ ശേഷം, മുസ്ലിം ആയതിന്റെ ശേഷം ബുദ്ധിക്ക് പ്രാധാന്യം നൽകിയിട്ട് മുർത്തദ്ദായി പോയത്. ബുദ്ധിക്ക് പ്രാധാന്യം നൽകിയിട്ട് മുർത്തദ്ദായി പോകരുത്. ഇത്തിബാ എന്ന് പറയുമ്പോൾ അവിടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. ബുദ്ധിക്ക് സ്ഥാനമുണ്ട് ഇത്തിബായിലേക്ക് എത്തുന്നത് വരെ, മുഹമ്മദിനെ മനസ്സിലാക്കുന്നത് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ ബുദ്ധി ഉപയോഗിക്കണം. അള്ളാഹിനെ മനസ്സിലാക്കുന്നവരെ, ആദ്യമായിട്ട് അള്ളാഹുനെ മനസ്സിലാക്കുന്നവരെ, ഖുർആനെയും ഇസ്ലാമിനെയും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് പ്രവർത്തന രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ അവിടെ പിന്നെ പറഞ്ഞതനുസരിക്കുക. നിന്റെ ഇഷ്ടാനുസരണമല്ല. എന്ത് പറഞ്ഞു, എങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞു അങ്ങനെ നിസ്കരിക്കാം. നിന്റെ ഇഷ്ടാനുസരണം നിസ്കരിച്ചാൽ ശരിയാവൂല. നിന്റെ ഇഷ്ടാനുസരണം നിനക്ക് തോന്നുമ്പോൾ, നിനക്ക് ഉണരുമ്പോൾ, ജോലിയൊക്കെ കഴിഞ്ഞ്, കഫീലിന്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ്, സൗകര്യങ്ങളൊക്കെ കിട്ടി, എന്നാ പിന്നെ ഒന്ന് കുളിച്ച് ശുദ്ധീകരിച്ച് നിസ്കരിച്ച് കളയാന്ന്. അത് പറ്റൂല. നിന്നെ സൃഷ്ടിക്കപ്പെട്ടത് നമസ്കരിക്കാൻ വേണ്ടിയാണ്. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ആരാധിക്കാൻ വേണ്ടിയാണ്. ഈ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത്തിബാ അല്ലാതെ അന്ധമായി അനുകരിക്കാൻ ലോകത്തിൽ ആരോടെങ്കിലും അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരാളോട് മാത്രമാണ് നമ്മെ കൽപ്പിച്ചിട്ടുള്ളത്. അതാരാണ്? മുഹമ്മദ് ബിൻ അബ്ദില്ല, അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ്, നമ്മുടെ ദൂതർ. അവരെ അന്ധമായി അനുകരിക്കണം. അവർ ചുംബിച്ചത് ചുംബിക്കണം, അവർ നമസ്കരിച്ച പോലെ നമസ്കരിക്കണം, അവർ കുടിച്ചത് കുടിക്കണം, അവർ എറിഞ്ഞത് എറിയണം, അവർ ഓടിയ സ്ഥലത്ത് ഓടണം, അവർ കൊടുത്തത് കൊടുക്കണം, അവർ നിർത്തിയത് നിർത്തണം, അവർ വേണ്ടാന്ന് വെച്ചത് വേണ്ടാന്ന് വെക്കണം. അപ്പോൾ ഓണം കൊണ്ടാടലും അവർക്ക് വിട്ടുകൊടുക്കണം, നാം ചെയ്യാൻ പാടില്ല എന്ന് പറയേണ്ടി വരും. അപ്പോഴോ സുഹൃത്ത് ചോദിക്കാണ്, ഓണത്തിന് വേണ്ടി ഉപയോഗിച്ച ഭക്ഷണം കഴിക്കാമോ? ക്ഷണിക്കപ്പെട്ടാൽ കഴിക്കരുത്. കാരണം ഓണം എന്ന് പറയുന്നത് പ്രത്യേക ചടങ്ങിലൂടെ ഉണ്ടാവുന്നതാണ്. അത് പ്രത്യേക ചടങ്ങ്, അതിൽ ശിർക്കുണ്ട്. ശിർക്കോടുകൂടെയുള്ളതായ ചടങ്ങിൽ മുസ്ലിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നവർ ചെയ്താൽ തന്നെ നാം കഴിക്കാറില്ല. പിന്നെയല്ലേ ഒറിജിനൽ അനിസ്ലാമിക തത്വം പേര് നടക്കുന്നതായ അമുസ്ലിം വിഭാഗത്തിൻ്റെ ആ ഷിർക്കി ചടങ്ങുകളിലൂടെ ചെയ്യുന്നതായ ആചാരത്തിൻ്റെ ഭക്ഷണം തിന്നുക അരുത്. അത് ഇസ്ലാം അനുവദിച്ചതല്ല. സഹോദരന്മാരെ, എൻ്റെ പ്ലെയിൻ്റെ ടൈം എടുത്തു വരികയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് അനുവാദം ചോദിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഇത്തിബാ എന്നത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ധാരാളം കാര്യങ്ങൾ ഫാത്തിഹയെക്കുറിച്ച് ഇനിയും പറയാൻ ശേഷിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയാൻ കൂടുതൽ ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഇതുവരെ പറഞ്ഞത് അതിൽ നിന്നിട്ട് എത്ര ശതമാനം ഞാനും നിങ്ങൾ നടപ്പാക്കാൻ തയ്യാറുണ്ട് എന്നതാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് നിങ്ങളോട് അതിലേക്കാണ് നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുന്നതും ക്ഷണിക്കുന്നതും.